തോക്കലുണ്ട് എങ്കിൽ വെക്കടാ വെടിയെന്ന് പണ്ട് ചാണ്ടിച്ചായ തോക്കിന്റെ നേരെ കാഞ്ചു വലിച്ചു നിന്ന നിപ്പിൽ ചാണ്ടിച്ചായ മേപ്പോട്ട് ഒറ്റ ചാട്ടവാ. ഒരു 10 അടി ഉയരത്തിൽ ആകാശത്ത് നിന്നൊരു ചവിട്ട്. ഉണ്ട കൊണ്ടത് തൂണേല്, ദേവതിക്കുട്ടിയും തോക്കും തറയില്. ചാണ്ടിച്ചായൻ ഈ നാട്ടിൽ ഫേമസ് ആയി തുടങ്ങി. അവന്മാരുടെ വാളുണ്ടായിരുന്നു കേട്ടല്ലോ. വാളുണ്ടായിരുന്നു, അവന്മാര് വെട്ടി. ചാണ്ടിച്ചൻ ഇടം കൈ കൊണ്ട് വാള് കയറി അങ്ങ് പിടിച്ചു. ഉള്ളം കൈ കയറി. പിന്നെ ആ കീറിയ കൈ കൊണ്ടായിരുന്നു അട്ടി മുഴുക്കെ. ആ ചാണ്ടിച്ചൻ എങ്ങനെയുണ്ട്? എന്തോന്ന് എങ്ങനെയുണ്ടെന്ന്? അല്ല, കൈക്ക് മുറിവെച്ചെന്ന് കേട്ടു. അയ്യോ, ഞങ്ങൾക്ക് എന്തെങ്കിലും തിന്നാൻ താണ്ട് കുഞ്ഞുട്ടിച്ചായ. ഈ സംഭവമൊക്കെ ചാണ്ടിച്ചാൻ ഒരു കട്ടങ്കാപ്പി കുടിക്കും പോലെ ഉള്ളൂ. കൂടരഞ്ഞി അമ്പ് വരുന്ന ആളെന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ നിങ്ങൾ ചാണ്ടിച്ചായനെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല എന്ന്. പോരെ സാറ്, തിരുവിതാംകൂർ കോൺഗ്രസിന്റെ ജോയിന്റ് സെക്രട്ടറി TP ലോനപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സമയം എങ്ങനെയും കോരെ സാറിനെ കൊല്ലാതെ വിടുകയല്ലെന്ന് ലോനപ്പൻ. അന്നേരം ആ കൂടരഞ്ഞ് പള്ളിയിൽ അമ്പേരുന്നാൾ വരുന്നത്. ഞങ്ങളൊക്കെ അന്ന് വേറെ കേസിൽ പെട്ട് അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇടയ്ക്കിടെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോകാറുണ്ട്. എന്താ അണ്ടർഗ്രൗണ്ട്? അണ്ടർവെയറിന്റെ വല്യപ്പന്റെ മോൻ അണ്ടർഗ്രൗണ്ട് പറഞ്ഞാണ് കേട്ടേച്ചാ മതി. കലാപരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തും കോരസാറ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അപ്പൊ അതാ വരുന്നു 10-40 പേര് അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാ സംഘം. വെട്ടടാ കൊല്ലടാ എന്ന് അലറിക്കൊണ്ട് സൈക്കിൾ ചെയിൻ, വാരിക്കുന്തം, വടിവാള്. എന്നാ ചെയ്യും? ചാണ്ടിച്ചയെ മാത്രമുണ്ട് കോരസാറിന്റെ കൂടെ. എടാ ചാണ്ടിയെ, അവന്മാരനെ കൊല്ലാൻ വരുന്നില്ലടാ എന്ന് കോരസാറ്. അവന്മാര് സാറിന്റെ രോമത്തെ തൊടുകയില്ലാന്ന് ചാണ്ടിച്ചായി. പിന്നെ അവിടെ എന്നതാ നടന്നത് ഇന്ന് അവർ ആർക്കും ഒരു പിടിയില്ല. പൂഴിമണല് മേലോട്ട് പറക്കുന്നു കണ്ടു, അത്രമാത്രം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ താഴെ കിടക്കുവാ. എന്നതാ? ചാണ്ടിച്ചായൻ മണ്ണാൻ കട്ട. അപ്പൊ കോരസാറായിരിക്കും. അയ്യടാ, ഈ 40 പേരെ ചെരുപ്പ് ഉടുപ്പുവാ ഓടിയതാ. വടിവാളും വാരിക്കുന്നതും സൈക്കിളും വേറെ. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി 35,000 രൂപയ്ക്കാണ് ഞങ്ങൾ ഇരുമ്പ് കച്ചവടക്കാർക്ക് വിറ്റത്. അറിയാവോ? ആ തുക അപ്പൊ തന്നെ കോരസാറ് പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ചാണ്ടിച്ചായന് ഈ 3 പീക്കിരി പിള്ളേരെ ഒതുക്കാൻ ഈ ഒരു ചെറുവരൽ മതി. അറിയാവോ? അല്ലേലും അവനൊരു ആൺകുട്ടിയാണെന്ന് ഞാൻ ഈ കവല വെച്ച് കണ്ടതല്ലേ. ഡ്രൈവർ തങ്കപ്പന്റെ പൊടി പോലും പിന്നെ ഈ ഏരിയയിൽ കണ്ടിട്ടില്ല. ക്രിസ്ത്യാനികൾക്ക് ഒരു അഭിമാനമാ ചാണ്ടിച്ചായ. വർഗീയം പറയരുത്. ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അഭിമാനമാ ചാണ്ടിച്ചൻ.